വിശാലം ദ്വാപരേ പ്രോക്തം കലോ ബദരികാശ്രമം. കൃതയുഗത്തിൽ മുക്തിക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. ത്രേതായുഗത്തിൽ യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അഷ്ടാംഗ യോഗത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടതാണ്. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. വിശാലം ദ്വാപരേ പ്രോക്തം. ദ്വാപരയുഗത്തില് അനവധി പ്രത്യേകതകളോടുകൂടിയിട്ടുള്ള പൂജാക്രിയകള്, അതുപോലെ തന്നെ ജപ, ഹോമ, ധ്യാനങ്ങള്, ഇതൊക്കെ നടത്തിയിട്ട് ഭഗവത് സമീപത്തേക്ക് അല്ലെങ്കിൽ ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തിച്ചേരാൻ തക്കവണ്ണമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. കലൗ ബദരികാശ്രമം. കലിയുഗത്തില് ബദരിയിലേക്ക് പോവാ എന്നാ പറഞ്ഞിരിക്കുന്നത്. കലിയുഗത്തില് ബദരിയിലേക്ക് പോവാ, ബദരി വിശാരദനെ കാണുക, ഉദ്ധവനെ കാണുക, അളകനന്ദയിൽ കുളിക്കുക, എന്നിട്ട് അവിടെ ചെന്ന് വിഷ്ണു സഹസ്രനാമ ജപം നടത്തുക. ബദരി എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? ബദരി, ഹരിദ്വാർ, അത് കഴിഞ്ഞിട്ട് ഋഷികേശ് നിന്ന് പിന്നെയും പോയി കഴിഞ്ഞാൽ ജോഷിമഠെന്ന് കുറച്ചുകൂടി പോയാൽ ബദരി, അളകനന്ദയുടെ തീരത്ത്. ബദരി എന്ന് പറയുന്ന വിശാലമായ ധാമം. ഭാരതത്തിലകത്തും പുറത്തുമുള്ള അനവധി ആൾക്കാര് കലിയുഗത്തില് ബദരിയിൽ പോയി അളകനന്ദയിൽ സ്നാനം ചെയ്ത്, തപ്തകുണ്ടിൽ സ്നാനം ചെയ്ത്, അതിന്റെ ഉള്ളിൽ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് പോയി. ശ്രീകോവിൽ എന്ന് പറഞ്ഞാൽ പൂജാരി രാമജിരിക്കുന്ന സ്ഥലമല്ല, അതിന് തൊട്ട് മുന്നിലുള്ള സ്ഥലത്ത് പോയി അവിടെ പോയതിനു ശേഷം വിഷ്ണു സഹസ്രനാമ ജപം നടത്തുക. ആ വിഷ്ണു സഹസ്രനാമ ജപം കഴിയുമ്പോൾ ഭഗവാന്റെ 2 പാദങ്ങൾ നമുക്ക് പ്രസാദമായിട്ട് ലഭിക്കും. ശംഖം, ചക്രം, ഗദാ, പങ്കജം തുടങ്ങിയവ പാദത്തിൽ അണിഞ്ഞിരിക്കുന്ന ഭഗവാന്റെ മുദ്ര അവിടെ ലഭിക്കും. അതാണ് ബദരിയിലെ ഏറ്റവും വലിയ പ്രസാദം. ഭഗവാന്റെ പാദങ്ങൾ, 2 പാദങ്ങൾ നമുക്ക് ലഭിക്കും. ലഭിക്കണമെന്നില്ല കേട്ടോ, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും, അത്രയും പറയാൻ പറ്റും. ഇതാണ് ബദരിയുടെ പ്രത്യേകത. അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് മനാഗ്രാമം. അവിടുന്ന് 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ മനാഗ്രാമത്തിലെത്തി. ആ മനാഗ്രാമത്തിലാണ് വേദവ്യാസന്റെ ഗുഹ, അതേപോലെ തന്നെ ഗണപതിയുടെ ഗുഹ. വേദവ്യാസന് ഗുഹയിൽ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അടുത്ത ഗുഹയിൽ നിന്ന് ഗണപതി എഴുതിയെടുത്തു. കുറച്ച് ദൂരമുണ്ട് 2 ഗുഹയും തമ്മിൽ. അതിന്റെ ഏറ്റവും ടോപ്പിലാണ് ചൈനയുടെ കൈവശ സ്ഥലം. ഏറ്റവും അവസാനത്തെ ധാവയിൽ പോവാ, ഒരു ചായ കുടിക്കുക, ചൈന പട്ടാളത്തിനെ കാണുക, തിരിച്ചു വരിക. വെടി വെച്ചാൽ കൊള്ളണ്ടില്ല. അതാണ് ബദരി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അഹം ബ്രഹ്മ പരം ധാമ, ബ്രഹ്മ അഹം പരമം പദം. ഇവിടെ നിന്ന് നമ്മളെല്ലാവരും ശബരിമലക്ക് പോകും. അധികം ആൾക്കാർ മലയൊക്കെ ഇട്ട് വ്രതമെടുത്ത് ശബരിമലയിൽ പോയി ആ മലയൊക്കെ കയറി 18ാം പടി കഴിഞ്ഞ് മേലെ എത്തുമ്പോൾ അവിടെ ഒരു വാക്യം എഴുതി വെച്ചിട്ടുണ്ട്. തൽ ത്വം അസി, തത്വമസി. ഇതാ അതിനർത്ഥം കൊടുത്തിരിക്കുന്നത്, അത് നീയാകുന്നു. ഏത് നീയാകുന്നു?
നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയമായ ചൈതന്യവും അതിൻ്റെ ഉള്ളിലുള്ള ഈശ്വരീയമായ ചൈതന്യവും ഒന്ന് എന്ന് നമ്മൾ ബോധ്യപ്പെടുത്തുകയാണ്. അഹം ബ്രഹ്മ, ഞാൻ തന്നെയാണ് ബ്രഹ്മം, ഞാൻ തന്നെയാണ് ഈശ്വരൻ, ഞാൻ തന്നെയാണ് ദൈവം. ഇതാണ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഭാഗവതത്തിൽ പ്രധാനപ്പെട്ട വരിയാണ് അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മ അഹം പരമം പദം. ആ ബ്രഹ്മപദത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ വേണ്ടി സാധിക്കണം. നമ്മുടെ മിക്ക പരാജയങ്ങളുടെയും കാരണം എന്ത് എന്ന് ചോദിച്ചാൽ ആരെങ്കിലും അതിന് ഉത്തരം കണ്ടെത്തിയിട്ടുണ്ടോ എന്നറിയില്ല. നമ്മുടെ മിക്ക പരാജയങ്ങളുടെയും കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ എന്താ അതിന് ഉത്തരം? ഓർക്കേണ്ടതിനെ മറക്കുകയും മറക്കേണ്ടതിനെ ഓർക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പരാജയത്തിന്റെ മിക്ക കാരണം. ദുഃഖവും പരാജയവും ഗുരുനാഥന്മാരായി വരുന്നത് കൊണ്ടാണ് ഈ വിപത്തിൽ നിന്ന് നാം രക്ഷപ്പെടുന്നത് തന്നെ. അതിനാൽ നമുക്ക് ആരോടാ കൂറ് വേണ്ടത്? പരാജയങ്ങളോട് കൂറ് വേണം, ദുഃഖങ്ങളോട് കൂറ് വേണം, അവരോട് നന്ദിയുള്ളവരായിരിക്കണം. എന്നാലേ ജീവിതത്തിൽ നമുക്ക് മുന്നിലേക്ക് പോകാൻ വേണ്ടി സാധിക്കുള്ളൂ. മനുഷ്യരുടെ മഹത്വവും അവരുടെ ജീവിത അനുഭവങ്ങളുമെല്ലാം ഭഗവാൻ കൃഷ്ണന്റെ കൃപയാലാണ് ലഭിക്കുന്നത് എന്ന് നമുക്ക് ഓർമ്മിക്കാൻ വേണ്ടി സാധിക്കാം. സനകാദികൾക്ക് ഭഗവാൻ കൊടുത്ത ഉപദേശം അത് ഇന്നലെ സൂചിപ്പിച്ചതാണ്. സനകാദികൾക്ക് ഭഗവാൻ കൊടുത്ത ഉപദേശം ഭഗവാൻ ഏത് രൂപത്തിലാണ് അവർക്ക് ആ ഉപദേശം കൊടുത്തിരിക്കുന്നത്? സനകാദികൾ എന്ന് പറയുന്നത് ബ്രഹ്മാവിന്റെ മാനസപുത്രന്മാരാണ്. യോഗത്തിന്റെ സൂക്ഷ്മഭാവം എന്ത് എന്നറിയണം എന്നാവശ്യപ്പെടുകയാണ്. അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടി നടത്തിക്കൊണ്ടിരിക്കുക. ഒരാളൊരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കർമ്മത്തിന് വിരുദ്ധമായി മറ്റൊരു ചോദ്യം ചോദിച്ചാൽ ബുദ്ധിമുട്ടാവും. അപ്പൊ ഇവിടെ ബ്രഹ്മാവിനോട് ചോദ്യം ചോദിക്കുകയാണ്, യോഗത്തിന്റെ സൂക്ഷ്മഭാവം എന്ത്? സനകാദി ഋഷീശ്വരന്മാരാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ഹംസരൂപത്തിൽ അവതരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, വിഷയങ്ങൾക്കും മനസ്സിനും തമ്മിൽ വലിയ ബന്ധമുള്ളതായിട്ട് കാണുന്നു. പിന്നീട് എന്താ ചെയ്യേണ്ടത്? അത് വേറിട്ടാൽ മാത്രമേ മുമുക്ഷുത്വം അല്ലെങ്കിൽ മോക്ഷം നമുക്ക് നേടാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതെങ്ങനെയാണ് സാധിക്കുക എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ ഹംസരൂപത്തിൽ വന്ന് സനകാദികൾക്ക് ഉപദേശം കൊടുത്തു. ഹംസം എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത? ഹംസം എന്ന് പറഞ്ഞാൽ അരയനാണ്. അരയണത്തിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പാല് വെള്ളവും കൊടുത്താൽ അതിൽ നിന്ന് പാല് മാത്രം അത് സ്വീകരിക്കുന്നു. അതാണ് ഹംസത്തിന്റെ പ്രത്യേകത. ഇതിന് സത്വ മാത്രമാണ് എടുക്കേണ്ടത്. ഭാഗവതത്തിന് മറ്റൊരു പേരുണ്ട്. എന്താ പേര്? ഭാഗവതത്തിന് മറ്റൊരു പേരാണ് പാരമഹംസ സംഹിത. ഹംസ, ആ ഹംസമാണ് ഈ തത്വത്തെ കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത്. മഹായോഗികൾക്കും കൃഷ്ണഭക്തിമാർക്കും മനസ്സിലായതുപോലെ ശ്രീകൃഷ്ണ ഭഗവാനെ മറ്റാർക്കും മനസ്സിലായിട്ടില്ല. അനന്തമായ ആനന്ദലീലകൾ കൊണ്ട് ഭഗവാൻ ഭക്തിമാരെ ലഭിപ്പിച്ചു. ഭക്തന്മാർക്കും ശത്രുക്കൾക്കും മുക്തി നൽകി. ഭക്തന്മാർക്ക് മുക്തി നൽകുന്നത് തന്നെ എതിർക്കാൻ വന്ന ശത്രുക്കൾക്കും മുക്തി നൽകുന്നു.
അവിടുത്തെ ദിവ്യ അവതാര ലീലകൾ കൊണ്ട് തമോ ഗുണപ്രധാനായിട്ടുള്ള ദുഷ്ടവംശത്തിന്റെ വേരറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ദ്വാരകയിലെ ഭഗവാന്റെ പുത്ര പൗത്ര ഗണത്തിന് കയ്യും കണക്കുമില്ല. ശ്രീകൃഷ്ണ ഭഗവാന് 125ഓളം വയസ്സാവുകയാണ്. പുത്രന്മാരും പൗത്രന്മാരുമായി ദ്വാരകയില് അനന്തന് തന്റെ 2000 നാവുകൾ കൊണ്ട് എണ്ണിത്തീർക്കാൻ പറ്റാത്ത ആൾക്കാരാണ്, കുട്ടികളാണ് ദ്വാരകയിലുള്ളത്. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ സംഖ്യ എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മുകളിലാണ്. ഇപ്പൊ ദ്വാരക എന്ന് പറഞ്ഞ പ്രദേശത്തെ അതിന്റെ ജനസംഖ്യ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ കൃഷ്ണഭക്തിമാര് ഭഗവാന്റെ മഹത്വത്തെ കുറിച്ച്, ദിവ്യലീലകളെ കുറിച്ച്, പ്രേമപ്രകർഷത്തെ കുറിച്ച് പാടി പുകഴ്ത്തുകയാണ്. ആരോടാ പാടുന്നത്? അനവധി ആൾക്കാരോട് പാടുകയാണ്. മയിലിനോട്, കുയിലിനോട്, കുന്നിനോട്, ആകാശത്തോട്, ജലത്തോട്, വായുവോട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കണ്ണനെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർക്ക് എന്താ വേണ്ടത്? ഇവര് പറയുകയാണ്, ഈ പ്രേമപ്രകർഷം, അതായത് ഈ തൃപ്പാദ സേവാരതി വരും ജന്മങ്ങളിൽ ഞങ്ങൾക്ക് കിട്ടണമെന്ന പ്രാർത്ഥനയാണ് ഭക്തന്മാര് ഭഗവാനോട് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾക്ക് പ്രഭുത്വം വേണ്ട, ഞങ്ങൾക്ക് രാജ്യത്വം വേണ്ട, ഞങ്ങൾക്ക് പണം വേണ്ട, പിന്നെ എന്താ വേണ്ടത്? തൃപ്പാദങ്ങളിലുള്ള ഭക്തിയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറഞ്ഞ് ശ്രീകൃഷ്ണ ഗീതികൾ വീണ്ടും വീണ്ടും പാടിക്കൊണ്ടിരിക്കുകയാണ് ഭഗവത് ഭക്തന്മാര് എന്നാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. മുസലം കുലനാശനം. യാദവ കുലത്തിന് 2 പ്രധാനപ്പെട്ട ശാപങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. എങ്ങനെ യാദവ കുലത്തിന് 2 ശാപം ലഭിച്ചിരിക്കുന്നത്? ഭഗവാൻ സ്വധാമത്തിലേക്ക് പോകാൻ പോകുന്നു. അങ്ങനെ പോകുന്ന സമയത്ത് ഭഗവാനെ സന്ദർശിക്കാൻ വേണ്ടി അനവധി മഹർഷിമാര് ദ്വാരകയില് വരാറുള്ളതെന്നാണ്. അനവധി മഹർഷിമാര് ദ്വാരകയിൽ വരാറുണ്ട്. അതിന് വിശ്വാമിത്രനുണ്ട്, അസിതനുണ്ട്, കണ്വനുണ്ട്, ദുർവാസാവുണ്ട്, ഭൃഗുണ്ട്, അങ്കിരസനുണ്ട്, കശ്യപനുണ്ട്, വാമദേവനുണ്ട്, അത്രിയുണ്ട്, വസിഷ്ഠനുണ്ട്, നാരദനുണ്ട്. ഇവരൊക്കെ ഭഗവാനെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നു, ഭഗവാനെ സ്തുതിക്കുന്നു, എന്നിട്ട് തിരിച്ചു പോവുകയാണ് പതിവ്. അത് കുറെ ദിവസങ്ങളായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് യാദവ കുട്ടികൾക്ക് ഒരു രസം തോന്നിയത്, ശ്രീകൃഷ്ണപുത്രനായിട്ടുള്ള സാമ്പനെ പെൺവേഷം കെട്ടിച്ചു. എന്നിട്ട് ഈ മഹർഷിമാർ വരുന്ന പാതയില് ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിൽ അങ്ങനെ നിർത്തി. വിശ്വാമിത്രനാണ് മുന്നിലുള്ളത്. അപ്പൊ വിശ്വാമിത്രനോട് ചോദിക്കുകയാണ്, ആ മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുന്ന സ്ത്രീ പ്രസവിക്കുന്ന കുട്ടിയാണോ പെണ്ണോ എന്ന് ചോദിച്ചു. പെട്ടെന്ന് നോക്കിയപ്പോ വിശ്വാമിത്രന് കാര്യം മനസ്സിലായി, ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടി ചോദിക്കുന്നു. അപ്പൊ വിശ്വാമിത്രൻ പറഞ്ഞു, മുസലം കുലനാശനം. ആ നിൽക്കുന്ന കുട്ടി പ്രസവിക്കുന്നത് ആണും പെണ്ണും അല്ല, ഒരു ഇരുമ്പലൊക്കെയാണ് പ്രസവിക്കുക. ആ ഇരുമ്പലക്ക നിങ്ങളുടെ കുലത്തിന്റെ നാശത്തിന് കാരണമാണെന്ന് പറഞ്ഞു. അപ്പൊ തന്നെ സാമ്പന് വേദന വന്നു, തൊടയിൽ നിന്നാ വേദന വന്നു. വേദന വന്നു, ഇത് പൊട്ടി ഇരുമ്പലൊക്കെ പുറത്തേക്ക് വന്നു. അപ്പൊ കുട്ടികളെല്ലാം കൂടി ഉഗ്രസേന രാജാവിന്റെ സഭയിലേക്ക് പോയി. ഉഗ്രസേനോട് പറഞ്ഞു, ഇത് വലിയ പ്രയാസമായി തോന്നുന്നു, ഇങ്ങനെ ഒരു ഇരുമ്പലൊക്കെയാണ് വന്നിരിക്കുന്നത്, എന്താ ചെയ്യേണ്ടത്? ഉഗ്രസേൻ പറയാണ്, ഇത് രാഗി പൊടിച്ച് കടലിലിട്ടോ. ഇങ്ങനെ രാഗി പൊടിച്ച് കടലിലിട്ട ഈ പൊടികളെല്ലാം ഒരു ടൈപ്പ് എരകപ്പുല്ലുകളായി വളർന്നു വന്നു.
അതിലൊരു കഷ്ണം ബാക്കിയായി. ആ ബാക്കിയായ കഷ്ണത്തെ വെള്ളത്തിലിട്ടു. വെള്ളത്തിലിട്ട സമയത്ത് ഒരു വേടൻ അതിനെ സ്വീകരിച്ചു. അതെടുത്തു കൊണ്ടുപോയി ഒരു കൊല്ലന് കൊടുത്തു. അതിനെ കൊണ്ടൊരു ശരമുണ്ടാക്കി. ആ വേടൻ അതുമായിട്ട് കാത്തു നിന്നു. രണ്ടാമത്തെ ശാപം കിട്ടുന്നത് കുരുക്ഷേത്ര യുദ്ധം നടക്കുന്ന സമയത്താണ്. കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അന്തിമഘട്ടത്തിൽ കൗരവന്മാർ മുഴുവൻ മരിച്ചു. അപ്പൊ കൗരവന്മാർ മരിച്ചു വീണ സമയത്ത് അമ്മയായിട്ടുള്ള ഗാന്ധാരി മാതാവ് ധൃതരാഷ്ട്രൻ അന്ധനായത് മുതൽ സ്വയം അന്ധത്വം വരിക്കുകയാണ് ഗാന്ധാരി മാതാവ് ചെയ്തിരിക്കുന്നത്. അന്ധയായിരിക്കുന്ന ഗാന്ധാരി മാതാവ് തന്റെ പുത്രന്മാരെ കാണാൻ വേണ്ടി കുരുക്ഷേത്ര യുദ്ധക്കളത്തിലേക്ക് വരികയാണ്. അവിടെ ദുശാസനൻ മരിച്ചു കിടക്കുന്നു, ദുര്യോധനൻ മരിച്ചു കിടക്കുന്നു. എല്ലാവരും ആ യുദ്ധഭൂമിയിൽ മരിച്ചിരിക്കുകയാണ്. അങ്ങനെ ദുര്യോധനന്റെ അടുത്ത് ചെന്ന് ആ മാതാവ് ആ ശിരസ്സെടുത്ത് മടിയിൽ വെച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകൃഷ്ണ പരമാത്മാവും യുധിഷ്ഠിരനും ഗാന്ധാരി മാതാവിനെ കാണാൻ വേണ്ടി വരുന്നത്. ഗാന്ധാരി മാതാവിനെ കാണാൻ വേണ്ടി വരികയാണ്. യുധിഷ്ഠിരനോട് ശ്രീകൃഷ്ണൻ പറയുകയാണ്, യുധിഷ്ഠിര നീ ഇവിടെ നിന്നോളൂ, ഞാൻ ആദ്യം പോയി കണ്ടിട്ട് വരാം. അങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മാവ് ഗാന്ധാരിയുടെ മുന്നിലേക്ക് വരികയാണ്. ഗാന്ധാരിയുടെ മുന്നിൽ വന്നപ്പോ ഗാന്ധാരി ശ്രീകൃഷ്ണന്റെ പാദത്തിന്റെ ശബ്ദം കേട്ടപ്പോ അപ്പ ചോദിച്ചു, കേശവനാണോ? അപ്പൊ പറഞ്ഞു അതേ. ആ സമയത്ത് തന്നെ ഒരു ശാപം കൊടുത്തു. എന്താ ശാപം? എങ്ങനെയാണോ എന്റെ മക്കൾ തമ്മിൽ തല്ലി മരിച്ചത്, അതേപോലെ ഇന്നേക്ക് 38 വർഷം തികയുന്ന സമയത്ത് യാദവകുലം തമ്മിൽ തല്ലി മരിക്കും എന്ന് ഗാന്ധാരിയുടെ ശാപം ലഭിച്ചു. 2 ശാപങ്ങളാണ് ലഭിച്ചത്. അപ്പോഴാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് യുധിഷ്ഠിരനെ വിളിച്ചു പറഞ്ഞു, യുധിഷ്ഠിര വന്നോളൂ. എന്താ കാരണം? ഗാന്ധാരി അതുവരെ ശേഖരിച്ച മുഴുവൻ ശക്തിയും ആർക്കാ കൊടുത്തത്? ഭഗവാന് കൊടുത്തു. അത് നേരെ യുധിഷ്ഠിരനായിരുന്നു കിട്ടിയിരുന്നു എങ്കിൽ അവരുണ്ടാകുമായിരുന്നില്ല. പക്ഷെ ഭഗവാനാണ് ഈ ശാപത്തെ നേരിട്ട് ഏറ്റെടുക്കുന്നത്. എന്നിട്ട് പാണ്ഡവ കുലത്തെ രക്ഷിക്കുകയാണ് ചെയ്തത്. പഞ്ചമസ്കന്ധത്തിൽ വിട്ടുപോയത് ഏകാദശ സ്കന്ധത്തിൽ ചേർക്കുകയാണ്. എന്താ ഈ പഞ്ചമസ്കന്ധത്തിൽ വിട്ടുപോയത്? പഞ്ചമസ്കന്ധത്തിൽ ഋഷഭന്റെ പുത്രന്മാരായ നവയോഗികളെ കുറിച്ച് പരാമർശം മാത്രമേ ഉള്ളൂ. പിന്നീട് അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഏകാദശ സ്കന്ധത്തിലാണ്. ഇതിന് വിദേഹ നവയോഗി സംവാദം എന്ന് പേരിട്ടിട്ടുണ്ട്. നിമി നവയോഗി സംവാദം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പൊ ഗോവിന്ദൻ നേരിട്ട് സംരക്ഷിക്കുന്ന ദ്വാരകയിലേക്ക് നാരദ മഹർഷി കൂടെ